+1 ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. In the previous class, we have learned the characters of five kingdom classification proposed by Whittaker. വിറ്റേക്കറുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ജീവജാലങ്ങളുടെ വിവിധ സവിശേഷതകളാണ് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിനുശേഷം നിരവധി വർഗീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് കോൾ ഓസ്. ഇറ്റ് വാസ് ഇൻ 1977. And in 1983, another classification was proposed by Margulis and Schwartz. It was also a five kingdom classification. And later, a seven kingdom classification was proposed by Rose. ഇങ്ങനെ നിരവധി വർഗീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പരിണാമ സംബന്ധമായ സവിശേഷതകളെ ആസ്പദമാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഫോർ എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ എൻഗ്ലർ ആൻഡ് പ്രാൻഡിൽ. Another example is Hutchinson's system of classification. ഇതൊക്കെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് ഉദാഹരണങ്ങളാണ്. പരിണാമ സംബന്ധമായിട്ടുള്ള സവിശേഷതകളെ ആസ്പദമാക്കി അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്, വർഗീകരണമാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. So then we have to discuss the characters of different organisms of different kingdoms, especially kingdom Monera, Protista and fungi. So then we have to discuss the characters of kingdom Monera. The sole members of this kingdom is bacteria. Bacteria plural, bacterium singular. You know who discovered bacterium? Anton van Leeuwenhoek in 1675. 1675 ബാക്ടീരിയങ്ങളെ ആദ്യമായി കണ്ടുപിടിക്കുന്നത് ആരാ? ആന്റൺ വാൻ ലിവൻഹോക്ക്. ഇനി ബാക്ടീരിയം എന്നുള്ള പേര് കൊടുത്തത് ആരാണെന്നറിയാമോ? ആദ്യമായി എരൻബർഗ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബാക്ടീരിയങ്ങൾ എന്ന് വിളിച്ചത്. സോ the study of bacterium is known as bacteriology. ബാക്ടീരിയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ബാക്ടീരിയോളജി. Then what about bacteria? They are the most abundant microorganisms. They are the most abundant microorganisms. എല്ലായിടത്തും ഉണ്ട്, ധാരാളം ഉണ്ട്. They are microscopic, unicellular, ട്രൂ പ്രോകാരിയോട്സ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ഇവയെ കാണാൻ പറ്റൂ. ഏകകോശ ജീവികളാണ്, യഥാർത്ഥ പ്രോകാരിയോട്സ് ആണ്. വൺസ് അഗെയിൻ, ദേ ആർ മൈക്രോസ്കോപ്പിക്, യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ് ആൻഡ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എവരിവെയർ. അതർവൈസ് വി ക്യാൻ സേ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. എന്നുവെച്ചാൽ എന്താ? ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എവരിവെയർ. എല്ലായിടത്തും ഉണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമൊക്കെ കാണപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും ബാക്ടീരിയങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയം, 1 gram of fertile soil is estimated to contain 2,500 millions of bacteria. Can you imagine? 1 gram fertile soil മണ്ണിൽ ഏകദേശം 2,500 millions of bacteria can be seen. Or in 1 centimeter cube of fresh milk contains more than 3,000 millions of bacteria.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ബാക്ടീരിയങ്ങളുടെ പ്രസക്തി, അവയുടെ ഒക്കറൻസ്. Then they can also live in extreme habitats. അതായത് പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഈ ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ചൂട് വളരെ കൂടിയ പ്രദേശങ്ങളാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. മോർ ദാൻ 78 degrees Celsius. ഇൻ ഡെസേർട്സ്, മരുഭൂമികളിൽ, ഇൻ സ്നോ, മഞ്ഞുപാളികളിൽ, മഞ്ഞിൽ, ആൻഡ് ഡീപ്പ് ഓഷൻസ് ദേ ക്യാൻ സർവൈവ്, ദേ ക്യാൻ ലീവ്. ദെൻ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെനി ബാക്ടീരിയ ആർ പാരസൈറ്റ്സ്. ധാരാളം ബാക്ടീരിയകൾ പാരസൈറ്റ്സ് ആണ്, ഡിസീസ് കോസിങ് ഏജൻസ് ആണ്, ഹോസ്റ്റിന് ഡാമേജസ് ഉണ്ടാക്കുന്നവയാണ്. ദെൻ വാട്ട് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ? ബാക്ടീരിയങ്ങളുടെ വർഗീകരണം പല കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ബാക്ടീരിയങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഷേപ്പ്, based on flagellation, based on the presence or absence of capsules, etc. So based on shape, they are classified into 4 groups. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയങ്ങളെ 4 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. Based on shape, they are classified into 4 groups. Spherical shaped bacteria are called cocci. Spherical shaped bacteria are called cocci, singular coccus. Rod shaped bacteria are called bacilli, singular form bacillus. Spring shaped bacteria or spiral shaped bacteria are called spirilla, singular spirillum. And comma shaped bacterium is called Vibrio, plural Vibrio. So based on shape, they are classified into 4 groups. Then based on flagellation, they are of 6 types. Based on the presence or absence of capsule, there are 2 types of bacteria, S-type bacteria and R-type bacteria. This is the classification of bacteria based on shape, flagellation and presence or absence of the capsule. The structure of bacterium is very simple. ബാക്ടീരിയങ്ങളുടെ ഘടന വളരെ ലളിതമാണ്, ലഘുവാണ്. But their behavior is very complex. അവയുടെ പ്രവർത്തനങ്ങൾ വളരെ സങ്കീർണമാണ്. Some bacteria are autotrophs. ചില ബാക്ടീരിയങ്ങൾക്ക് അവയുടെ ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിവുള്ളവയാണ്. They may be photosynthetic autotrophic or chemosynthetic autotrophic. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് autotrophic എന്ന് പറഞ്ഞാൽ എന്നാ? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ആഹാരം സ്വയം നിർമ്മിക്കാൻ ശേഷിയുള്ളവയാണ് ഫോട്ടോസിന്തറ്റിക് autotrophs എന്ന് പറയുന്നത്. Whereas കീമോസിന്തറ്റിക് autotrophs എന്ന് പറഞ്ഞാൽ എന്താണ് കീമോസിന്തറ്റിക് autotrophs എന്ന് പറഞ്ഞാൽ? കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആഹാരം നിർമ്മിക്കുന്നവയാണ് കീമോസിന്തറ്റിക് autotrophs എന്ന് പറയുന്നത്. So they may be autotrophs or heterotrophs. Most of the bacteria are heterotrophs. മിക്കവാറും ബാക്ടീരിയകളെല്ലാം ഹെറ്ററോട്രോപ്സ് ആണ്, പരപോഷികളാണ്, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവരാണ്. They may depend on other organisms or on dead organic matters for food. The organisms live on dead organic matters are called saprophytes. അഴുകിയ വസ്തുക്കളിലും മറ്റും ജീവിക്കുന്ന ബാക്ടീരിയങ്ങളെ പറയുന്ന പേരാണ് സാപ്രോഫൈറ്റ്സ്. എന്താണ് സാപ്രോഫൈറ്റ്സ്? ഇനി ബാക്ടീരിയങ്ങൾ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളാണ്. ഏതൊക്കെയാണെന്നറിയാമോ? യെസ്, ആർക്കേ ബാക്ടീരിയ, otherwise known as primitive bacteria, and eubacteria, that is
ട്രൂ ബാക്ടീരിയ. അപ്പോൾ രണ്ട് വിഭാഗങ്ങളിലാണ് ആർക്കെ ബാക്ടീരിയ ആൻഡ് ട്രൂ ബാക്ടീരിയ. വാട്ട് ആർ ആർക്കെ ബാക്ടീരിയ? ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ദീസ് ആർ സ്പെഷ്യൽ ബാക്ടീരിയ ബിക്കോസ് they can live in some of the most harsh habitats. ഇത് പ്രത്യേക തരത്തിലുള്ള ബാക്ടീരിയങ്ങളാണ്. അവയ്ക്ക് ചില പ്രത്യേക കാലാവസ്ഥയിൽ ജീവിക്കാൻ ശേഷിയുള്ളവയാണ്. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഉപ്പ് വളരെ കൂടുതലുള്ള പ്രദേശങ്ങൾ. അവയെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഹാലോഫൈൽസ്. ഫോർ എക്സാമ്പിൾ, ഹാലോകോക്കസ്. And they can also live in hot springs. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന്. ചൂട് വളരെ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അവയെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? തെർമോ ആസിഡോഫൈൽസ്. The bacteria live in hot springs are called thermoacidophiles. Thermoacidophiles. For example, thermoplasma, thermoproteus, etc. In some other bacteria can live in marshy areas. Marshy areas. They are called methanogens. So what is a methanogen? The bacterium which is live in marshy area. ചതുപ്പ് നിലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയകളെ പറയുന്ന പേരാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, മെത്തനോകോക്കസ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ദീസ് ബാക്ടീരിയ ഹാവ് എ സ്പെഷ്യൽ സെൽ വാൾ സ്ട്രക്ചർ. ഈ ബാക്ടീരിയകൾക്ക് പ്രത്യേക തരത്തിലുള്ള കോശഭിത്തി ആണ് ഉള്ളത്. പ്രത്യേക ഘടനയുള്ള കോശഭിത്തിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നത്. സോ ദേ ക്യാൻ ലിവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. എന്തുകൊണ്ട് അവയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കണ്ടീഷൻസിൽ, ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നു? ബിക്കോസ് ദേ ഹാവ് എ സ്പെഷ്യൽ ഡിഫറൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ. അത് ഹാലോഫൈൽസ് ആയാലും മെത്തനോജൻസ് ആയാലും ഒക്കെ അവയ്ക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. And moreover, you remember, methanogens are present in the gut of animals like cows and buffaloes. പശുക്കൾ, പോത്തുകൾ, ഇവിടെയൊക്കെ ആമാശയത്തിൽ ഈ മെത്തനോജൻസ് ഉണ്ട്. ദേ ക്യാൻ പ്രൊഡ്യൂസ് മീഥൈൻ. എന്താ മീഥൈൻ? ബയോഗ്യാസ്. മീഥൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഗ്യാസ് ആണ്. സോ ദിസ് മെത്തനോജൻസ് ക്യാൻ പ്രൊഡ്യൂസ് methane, that is biogas, from the dung of these animals. ഈ ആനിമൽസിൻ്റെ ചാണകത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലേ? ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടല്ലേ? യെസ്, അത്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡിസ്കസ് eubacteria. They are otherwise known as true bacteria. They have a rigid cell wall. അവയ്ക്ക് കട്ടിയുള്ള കോശഭിത്തിയുണ്ട്. If motile, flagellum can be seen. മോട്ടൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്നതിന്, ചലിക്കാൻ പറ്റുന്നതിന് മോട്ടൈൽ എന്ന് പറയും. ചലിക്കാൻ സഹായിക്കുന്ന പാർട്സാണ് ഫ്ലജല്ല അല്ലെങ്കിൽ ഫ്ലജല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് എ റിജിഡ് സെൽ വാൾ ആൻഡ് ഇഫ് മോട്ടൈൽ ഹാസ് എ ഫ്ലജല്ല. ദേ മേ ബി photosynthetic autotrophs or chemosynthetic autotrophs. They may be photosynthetic autotrophs or chemosynthetic autotrophs. Photosynthetic autotrophic bacteria are called cyanobacteria, otherwise known as blue-green algae. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളെ പറയുന്ന പേരാണ് സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗേ. അവിടെ പ്രത്യേകത എന്തെന്നറിയാമോ? ദേ ഹാവ് ക്ലോറോഫിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ക്ലോറോഫിൽ. കാർബണ്, ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജന്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള സംയുക്തമാണ് ക്ലോറോഫിൽ. ഓക്കെ, ദേ ഹാവ് ക്ലോറോഫിൽ എ. പലതരത്തിലുള്ള ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്.
blue-green algae have chlorophyll A similar to green plants. ഇവയ്ക്ക് ഗ്രീൻ പ്ലാന്റ്സിലേതുപോലെ തന്നെ ക്ലോറോഫിൽ എ ഉണ്ട്. ആരാണ് സയനോബാക്ടീരിയ? ദേ മേ ബി യൂണിസെല്ലുലാർ, ദേ ആർ യൂണിസെല്ലുലാർ, അല്ലെങ്കിൽ കൊളോണിയൽ ആകാം, അല്ലെങ്കിൽ ഫിലമെൻ്റസ് ആകാം. ഏകകോശ ജീവികളാകാം, കോളനിയായി കാണുന്നതാകാം, അല്ലെങ്കിൽ ഫിലമെൻറ്റുകൾ പോലുള്ളവയാകാം. ഇനി എവിടെ കാണുന്നതവ? ഇവിടെ ഹാബിറ്റാറ്റ് എന്താണ്? ഇവയുടെ വാസസ്ഥലം എന്താണ്? ദേ മേ ബി ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ. ദേ മേ ബി ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തിൽ, മറൈൻ ഉപ്പുവെള്ളത്തിൽ, ഓർ ടെറസ്ട്രിയൽ കരയിൽ. ആൻഡ് റിമെമ്പർ, their colonies are surrounded by a gelatinous sheath. കോളനി ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ കോളനി ആയിട്ടുള്ള ആളുകളുടെ പുറത്ത് ഒരു സറൗണ്ടിങ്സ്, അതിൻ്റെ സറൗണ്ട് ചെയ്തുകൊണ്ട് അതിന് ചുറ്റി ഒരു ജലാറ്റിനസ് ഷീത്ത് ഉണ്ടാകും. ഏറ്റവും രസകരമായ കാര്യം, these algae form blooms in polluted water bodies, especially in summer season. സമ്മർ സീസണിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഇൻ പോണ്ട്സ്, ലേക്സ് എക്സെട്ര. ഇത് വളരെ കാണാൻ രസകരമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രദേശത്തുള്ള പോണ്ട്സിലോ ലേക്സിലോ ഒന്നും മറ്റ് ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ആൽഗൽ ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവ ഇങ്ങനെ കിടക്കും, കുമിഞ്ഞുകൂടി കിടക്കും. അത് കാണാൻ രസകരമാണ്, പക്ഷേ കുറേ കഴിയുമ്പോൾ അത് മറ്റ് ജീവജാലങ്ങൾക്ക് ദോഷകരമായി സംഭവിക്കുന്ന ഒരു വസ്തുതയും കൂടെയാണ്. Then you remember another thing. Some of them can fix atmospheric nitrogen with the help of specialized cells called heterosis. Some of them can fix atmospheric nitrogen with the help of specialized cells called heterosis. ചില ബ്ലൂ ഗ്രീൻ ആൽഗകൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ട് വലിച്ചെടുത്ത് മണ്ണിൽ ഫിക്സ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. എന്തുവാ? അന്തരീക്ഷത്തിൽ നൈട്രജൻ ധാരാളമുണ്ട്. 78 മുതൽ 80% വരെ നൈട്രജൻ അന്തരീക്ഷത്തിലുണ്ട്. ബട്ട് മെജോറിറ്റി ഓഫ് ദ പ്ലാന്റ്സ് കനോട്ട് അബ്സോർബ് ദിസ് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം ദി അറ്റ്മോസ്ഫിയർ. നല്ലൊരു ശതമാനം സസ്യങ്ങൾക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഈ നൈട്രജനെ ഡയറക്റ്റായിട്ട് നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. ബിക്കോസ് നൈട്രജൻ ഈസ് നോട്ട് റിയാക്റ്റീവ് ഇൻ ഓർഡിനറി സിറ്റുവേഷൻസ്. പക്ഷേ ചില ബ്ലൂ ഗ്രീൻ ആൽഗകൾക്ക് ഇതിനുള്ള കഴിവുണ്ട്. ആ കഴിവുള്ളത് എന്തുകൊണ്ടാണ്? ദേ ഹാവ് സം സ്പെഷ്യൽ സെൽസ് കോൾഡ് ഹെറ്ററോസിസ്. ദേ ഹാവ് സം സ്പെഷ്യൽ സെൽസ്. അപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പ്രത്യേക തരത്തിലുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്. ഫോർ എക്സാമ്പിൾ, നോസ്റ്റോക്ക്, അനബീന. ധാരാളം ബ്ലൂ ഗ്രീൻ ആൽഗകളുണ്ട്. നോസ്റ്റോക്ക് ഉണ്ട്, അനബീനയുണ്ട്, സിലിൻഡ്രോസ്പെർമ ഉണ്ട്, ഗ്ലിയോക്യാപ്സയുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ഓസിലറ്റോറിയ ഉണ്ട്. അപ്പോൾ നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്ക് അന്തരീക്ഷ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ദെൻ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഹീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ്. ഹീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഹീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്സ് എന്ന് പറഞ്ഞാൽ എന്നാ? കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നവയാണ് കീമോസിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ബാക്ടീരിയകൾ ഹീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ എനർജി. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട്. എവിടെ നിന്ന് കിട്ടുന്ന കെമിക്കൽ എനർജിയാണ്? നൈട്രൈറ്റ്സ്, അമോണിയ തുടങ്ങിയ കോമ്പൗണ്ട്സ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. And they have a great role in recycling nutrients like nitrogen, phosphorus, iron, sulfur, etc.
കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ് നൈട്രോബാക്ടർ, നൈട്രോസോമോണാസ്, അയൺ ബാക്ടീരിയം, സൾഫർ ബാക്ടീരിയം തുടങ്ങിയവ. അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്ന എന്താണ്? ദേ ഹാവ് എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. ഏതൊക്കെ ന്യൂട്രിയൻസാ? നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എക്സെട്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ മേ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. ഇഷ്ടം പോലുണ്ട്, ധാരാളമുണ്ട്. മെനി ഓഫ് ദം ആർ ഡീകമ്പോസേഴ്സ്. മിക്കവാറും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ ഡീകമ്പോസേഴ്സ് ആണ്, വിഘാടകരാണ്. വിഘാടകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫുഡ് ചെയിൻ, ഭക്ഷ്യ ശൃംഖല പഠിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഉൽപാദകർ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ, വിഘാടകർ. ഇപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയങ്ങളാണ്. എന്ത് ഡീകമ്പോസ് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഒരു കൊമ്പൊടിഞ്ഞ് വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ ഇല കൊഴിഞ്ഞ് കിടക്കുകയാണ്, കൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ ഇല എവിടെ കിടക്കുമോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മണ്ണിനോട് ചേരും, അഴുകി മണ്ണിനോട് ചേരും. അതിന് സഹായിക്കുന്ന ആരാണ്? ഡീകമ്പോസേഴ്സ്. അതാരാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയങ്ങൾ. They are cleaning the earth. They are scavengers of the earth. ഭൂമി വൃത്തിയാക്കുന്നത് ആരാണ്? ബാക്ടീരിയങ്ങളാണ്. പ്രധാനമായും ബാക്ടീരിയങ്ങളാണ്. ഈ ബാക്ടീരിയങ്ങളെ കൊണ്ട്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മെയിൻലി ദേ ആർ ഡീകമ്പോസേഴ്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദേ ഹെൽപ് ടു മേക്ക് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് ഉണ്ടാക്കാൻ, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ, ഫോർ ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെഗ്യൂം റൂട്ട്സ്? പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ ചില മുഴകളുണ്ട്. ആ മുഴകളെ പറയുന്ന പേരാണ് റൂട്ട് നോഡ്യൂൾസ്. ഇതിനകത്ത് ചില ബാക്ടീരിയങ്ങളുണ്ട്, റൈസോബിയം പോലുള്ള ചില ബാക്ടീരിയങ്ങളുണ്ട്. അവയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയകൾ കൊണ്ടുള്ള പ്രത്യേകിച്ചും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളാണ്. മോസ്റ്റ് ഓഫ് ദം ആർ, മെജോറിറ്റി ഓഫ് ദം ആർ ഡീകമ്പോസേഴ്സ്. തൈരുണ്ടാക്കാൻ സഹായിക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ നിരവധി ഉപയോഗങ്ങൾ ഇത്തരം ബാക്ടീരിയകളെ കൊണ്ട് ഉണ്ട്. ഇനി സം ആർ പെത്തോജൻസ്. ചില ബാക്ടീരിയകൾ പെത്തോജൻസ് ആണ്. ദേ കോസ് മെനി ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ചിലത് രോഗകാരികളാണ്, രോഗമുണ്ടാക്കുന്നവയാണ്, പെത്തോജൻസ് ആണ്, പാരസിറ്റിക് ആണ്, പാരസൈറ്റ്സ് ആണ്. They can cause many diseases. They can make many diseases in plants and animals, including human beings. ഈ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന, മനുഷ്യനുണ്ടാകുന്ന ചില രോഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, പ്ലേഗ്, ന്യൂമോണിയ. ഇതൊക്കെ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന, മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങളാണ്. വേറെയും നിരവധി രോഗങ്ങളുണ്ട്. തൽക്കാലം ഇത്രയെങ്കിലും ഓർക്കുക. ഇനി ഈ ബാക്ടീരിയകൾ മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ധാരാളം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരവധി രോഗങ്ങൾ ബാക്ടീരിയകൾ ഉണ്ടാകുന്നുണ്ട്. ബാക്ടീരിയകൾ മൂലം സസ്യങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സിട്രസ് കാങ്കർ. സിട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? നാരകത്തിലുണ്ടാകുന്ന കാങ്കർ ഡിസീസ്. മറ്റൊരെണ്ണമാണ് ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി. നെൽച്ചെടിയിലുണ്ടാകുന്ന ബ്ലൈറ്റ് രോഗം. ബ്ലാസ്റ്റ് ഡിസീസ് അല്ല. ബ്ലാസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഡിസീസാണ്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ദിസ് ഈസ് ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി ആൻഡ് വിൽറ്റ് ഓഫ് പൊട്ടറ്റോ. ഇവയൊക്കെ ബാക്ടീരിയകൾ മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വാട്ട് അബൌട്ട് ദ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ? ബാക്ടീരിയ മെയിൻലി റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ. ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോശം രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും, അത്രയേ ഉള്ളൂ ഫിഷൻ. ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ആൻഡ് ഡ്യൂറിങ് അൺഫേവറബിൾ സീസൺ, അൺഫേവറബിൾ കണ്ടീഷൻ, ദേ പ്രൊഡ്യൂസ് സ്പോർസ്. പ്രതികൂല കാലാവസ്ഥയിൽ രേണുക്കൾ വഴി പ്രത്യുൽപാദനം നടത്തും.
And they also reproduce sexually by adopting a primitive type of DNA transfer. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള DNA ട്രാൻസ്ഫർ വഴിയാണ്. കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫർമേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ബാക്ടീരിയകൾ പ്രധാനമായിട്ടും പ്രത്യുൽപാദനം നടക്കുന്നത് ഫിഷൻ വഴിയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് സ്പോർട്സ് വഴിയാണ്. ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള DNA ട്രാൻസ്ഫർ വഴിയാണ് എന്നുള്ള കാര്യം മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഈ ഏരിയയിൽ അവസാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, ഒരു കാര്യമാണ് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ദീസ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. ഏറ്റവും ചെറിയ ലിവിങ് സെൽസാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. They can survive without oxygen. ഓക്സിജൻ ഇല്ലാതെയും അവയ്ക്ക് ജീവിക്കാൻ പറ്റും. They have no cell wall, so they can assume different shapes. കോശഭിത്തി ഇല്ല, അതുകൊണ്ട് ഏത് ഷേപ്പിലുമാകാം ഇവ. ഷേപ്പ് മാറാം, ആകൃതി മാറാം. That is what is known as pleomorphic. Changeable in size, changeable in shape. ഷേപ്പ് വ്യത്യസ്തമാകാം, ചേഞ്ച് ചെയ്യാം, മാറാം. So these are known as jokers of the microbiological park. Mycoplasma are known as jokers of the microbiological park. Many of these organisms are pathogens. മിക്കവാറും ഈ ഓർഗാനിസംസ് എല്ലാം പെത്തോജൻസാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബാക്ടീരിയകളെക്കുറിച്ചാണ് ഇവിടെ പഠിച്ചത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രവർത്തനം നൽകുകയാണ്. കമ്പയർ ആർക്കെ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിൽ താരതമ്യപ്പെടുത്തി ചില അതിൻ്റെ സവിശേഷതകൾ എഴുതുക. ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.